പാലക്കാട് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അലന്റെ മൃതദേഹത്തിന്റെ പൊതുദർശനം ആരംഭിച്ചു. ഉച്ചയ്ക്ക് 1-ന് മൈലംപുള്ളി ചർച്ച് ഓഫ് ഗോഡ് ഇന്ത്യ പള്ളി സെമിത്തേരിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. സച്ചിനോട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി സച്ചിൻ, അതായത് അലന്റെ പൊതുദർശനം ഇപ്പോൾ പുരോഗമിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു. എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ഭദ്ര, തീർച്ചയായും ഇന്ന് രാവിലെ 9 മണിയോടുകൂടിയാണ് പാലക്കാട് സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന അലന്റെ മൃതദേഹം പാലക്കാട് മുണ്ടൂരിലെ കയറൻകോട്ടെ ഈ വീട്ടിലെത്തിച്ചത്. തുടക്കം മുതൽ തന്നെ വലിയ രീതിയിൽ ഒരു വികാരഭരിതമായ കാഴ്ച തന്നെയാണ് മുണ്ടൂരിലെ വീട്ടിൽ കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. കാരണം അച്ഛൻ ജോസഫും അതേപോലെ തന്നെ സഹോദരി അടക്കം പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അലനെ അവസാനമായി ഒരു നോക്ക് കണ്ടപ്പോൾ അവരിൽ നിന്നും ഉണ്ടായത്. വലിയ ഒരു വികാരഭരിതമായ കാഴ്ച തന്നെയാണ് മുണ്ടൂരിലെ വീട്ടിൽ നിന്നും കാണാൻ വേണ്ടി സാധിച്ചത്. അലന്റെ സുഹൃത്തുക്കളും അതേപോലെ തന്നെ ബന്ധുക്കളും മറ്റ് നാട്ടുകാരടക്കമുള്ള ആളുകൾ വീട്ടിലെത്തിയിട്ടുണ്ട്. നിരവധി ആളുകളാണ് അലന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ അവസാനമായി ഒരു നോക്ക് കാണുവാൻ വേണ്ടി കയറൻകോട്ടെ ഈ വീട്ടിലെത്തിയിട്ടുള്ളത്. വികാരഭരിതമായ ഒരു സ്ഥിതി തന്നെയാണ് വീട്ടിലുള്ളത്. ഞായറാഴ്ച രാത്രിയോടുകൂടിയാണ് അലനെയും അമ്മ വിജയെയും കാട്ടാൻ ആക്രമിച്ചത്. അലൻ സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെട്ടു. അമ്മ ചികിത്സയിൽ തുടരുകയാണ്. അമ്മയെ അലനെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ വേണ്ടി ഈ വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നീക്കവും ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. അല്പസമയത്തിനുള്ളിൽ അലന്റെ അമ്മയെ ഈ വീട്ടിലേക്ക് എത്തിക്കുമെന്നാണ് അറിയുവാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഉച്ചയ്ക്ക് 1 മണിയോടുകൂടെ അലന്റെ മൃതദേഹം മൈലംപള്ളിയിലെ പള്ളി സെമിത്തേരിയിൽ സംസ്കരിക്കുമെന്നാണ് ബന്ധുക്കളും നാട്ടുകാരും അറിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് 6 ലക്ഷത്തോളം രൂപ ഇന്നലെ അലന്റെ കുടുംബത്തിന്. ശരി സച്ചിൻ, പാലക്കാട് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അലന്റെ മൃതദേഹം പൊതുദർശനം ആരംഭിച്ചിരിക്കുകയാണ്. ഉച്ചയ്ക്കാണ് സംസ്കാര ചടങ്ങുകൾ.